ദിനേശേട്ടാ എണീക്കേ. ദിനേശേട്ടാ 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 രാത്രി 7 മണി കഴിഞ്ഞേ. നോക്കേ എണീക്ക്. എണീറ്റാ ബാ ബാ ബാ, നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട്. ബാ ചേട്ടാ, ഇങ്ങനെ ചടഞ്ഞ് കിടക്കാതെ എൻ്റെ കൂടെ വാ. നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റിപ്പിടിക്കണം. തമാശയാക്കല്ലേ. ഇന്നലെ രാത്രി ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു, സുന്ദരി നായരുടെ ഹെൽത്ത് ഡബിളൊക്കെ. അതിൽ മാഡം പറയുവാ, മാഡം ഓട് പറയാ നമ്മൾ എപ്പോഴും ഫിറ്റ് ആയിരിക്കണം. നിങ്ങളെന്തിനാ രാവിലെ തന്നെ ഇങ്ങനെ ചളിയടിക്കുന്നത്? ഇതെന്താന്ന് അടിച്ചാക്കാന്നാ? ശ്വാസം ഒന്നും ഉള്ളിലേക്ക് പിടിച്ചിട്ട് ഒരു കാര്യമില്ല. കുറച്ചെങ്കിലും ഉറപ്പുണ്ടെങ്കിൽ ആ രാജുവിനെയും ഉണ്ണിനെയും ജയനും ഒക്കെ കണ്ടുപഠിക്കും. ഉണ്ണി, മുകുന്ദൻ, പൃഥ്വിരാജ്, ജയസൂര്യ. മനുഷ്യനെ വായി കൊള്ളുന്ന വർത്തമാനം വേണം പറയാൻ. നിന്റെ മടിക്കടത്തിട്ടല്ലേ അവർക്ക് പേരിട്ടെ പൃഥ്വിരാജ്. നിങ്ങളുണ്ടല്ലോ, ഞാൻ പറയുന്നതിന് എല്ലാത്തിനും കുറ്റം പറയാണ്ട് അവരെ നോക്ക്. അവരെ മുഖത്തെ അപ്രകാശം നോക്ക്. മേക്കപ്പ്. അപ്പൊ മസിലോ? മസിൽ എങ്ങനെയാ? മരുന്ന്. നിങ്ങൾക്കൊരു വിചാരമുണ്ട് നിങ്ങള് വലിയ ബുദ്ധിമാനാണ്. എനിക്കൊരു വിചാരമുണ്ട് ഞാൻ പൊട്ടനാണ്. എടി സിനിമാക്കാർക്ക് ഇങ്ങനെ മസിലെല്ലാം നിർമ്മിച്ചിറക്കാൻ. ഞാൻ അൽബാസി കമ്പനിയിൽ ഒരു അക്കൗണ്ടന്റാണ്. നാളെ ഞാനിങ്ങനെ നിർമ്മിച്ചിട്ടൊക്കെ അളവ് വേണ്ടല്ലോ. എൻ്റെ അറബി എൻ്റെ മൂത്ത് വയ്ക്കും അൽ ഹവാറത്ത് കുബാന്ന് എന്ന്. എന്ന് വെച്ചാ ഇതെന്താണ് കോലം നിന്റെ? പിന്നെ അറബിക്ക് ഇതല്ലേ പണി. ദിനേശേട്ടാ, ആണുങ്ങളായ കുറച്ച് ലുക്കെല്ലാം വേണം. എനക്കെന്നാ ലുക്കില്ലേ? പിന്നെ ലോക്കൽ ലുക്ക്. നിങ്ങൾ മമ്മൂട്ടിനെ കണ്ടിനാ? മമ്മൂട്ടിന്റെ ലുക്ക് കണ്ടിനാ? മമ്മൂട്ടിനെ നിങ്ങളെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾക്ക് പ്രായം കൂടുതൽ തോന്നുന്നു. ഓക്കെ, എല്ലാം പോട്ടെ. നിങ്ങളിപ്പോ മോഹൻലാലിനെ കണ്ടിനാ? മെലിഞ്ഞിട്ട് ഇത്ര സുന്ദരനായി. നിങ്ങൾക്കറിയാം, എൻ്റെ അമ്മ പറയലുണ്ട് നിങ്ങളെ കാണാൻ ഒരു മോഹൻലാലിന്റെ കട്ടുണ്ട്. നിങ്ങളെ നടത്തൂ, നിങ്ങളെ ചിരിയൂ, നിങ്ങളെ ഇടക്കുള്ള കളിയിലല്ലേ, അതെല്ലാം ഉണ്ടെന്ന് അമ്മ പറയുന്നുണ്ട്. ഇപ്പൊ നോക്കിയാട്ടെ, കണ്ട ചിക്കനും ബീഫെല്ലാം തിന്ന് കൊഴുപ്പ് കയറി കറുത്തെന്തോ പോലായി. ലൈഫ് സ്റ്റൈല് മാറ്റണം. സുന്ദരി മാഡം പറയുവാ, ഡയറ്റിംഗ് ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ എക്സസൈസ്, യോഗ, സുംബ ഡാൻസ്. ഈ എല്ലാം ഒരുമിച്ച് തുടങ്ങിയാല് എൻ്റെ ആഫീസ് വിട്ടിപ്പോ ആദ്യം ഞാൻ ഏതെങ്കിലും ഒന്ന് തുടങ്ങാം ആദ്യം. അല്ല അത് ശരിയാ. എന്നൊരു കാര്യം ചെയ്യും, ദിനേശ് എല്ലാം ഡയറ്റിങ് തുടങ്ങിക്കോ. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ എല്ലാം ചെയ്തോളൂ. അപ്പൊ പല്ലേച്ചിട്ട് വാ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓക്കെ. നെല്ലിക്കില്ലേ? ഇന്ന് മുതൽ നമ്മൾ ഡയറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം. കണ്ണം കൂട്ടി കുടിച്ചാ മതി. ആദ്യം എല്ലാം അങ്ങനെ ഉണ്ടാവും, പിന്നെ ശരിയായിക്കോ. ചോയ പോകുന്നതിന് മുന്നേ വീട്ടിൽ കുടിക്ക്. ഛർദിച്ച് Dulu. Bes. Bes.
വിശക്കുന്നു സുലു. എത്ര കഷ്ടപ്പാടാല്ലേ, എത്ര കഷ്ടപ്പാടാണ് ദിനേശേട്ടനെ ലുക്കാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്നത്. ഇവര് ഭക്ഷണം എടുത്ത് വെക്ക സുലു. അത്ര പൂക്കള സുലു, എനിക്ക് സലാഡ് വേണ്ടേ? ഡയറക്റ്റ് ചോറ് കഴിക്കാൻ വേണ്ടി നീ ചോറ് എടുത്തിട്ടോ. ചോറൊന്നുമല്ല, ഇതാണ് നെഞ്ച്. അത് ചോറിന് പറ്റിയ സുന്ദരിമാണം പറഞ്ഞേ അരി ഭക്ഷണം തൊടാൻ പോലും പാടില്ല. എന്നാ അരി എന്താ ഈ സുന്ദരിമാണത്തിന് വല്ല കരിക്കോ മാന്തോട്ട് നമുക്ക് ചോറിനോട് ഇത്ര വലിയ ദേഷ്യം? നമുക്ക് ചോറ് വേണം. ഞാനൊന്നും ചോറൊന്നും ഉണ്ടാക്കില്ല, ഇതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. ഇത് കഴിച്ചാ മതി. ചോറ് വേണം. ഇതാ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി മുതൽ നമ്മുടെ ലഞ്ച് ഇതാണ്. എന്റെ ദിനേശേട്ടൻ നിങ്ങൾ ഇത് നോക്കിയേ, വേൾഡ് ബ്രോക്കോളി. ദിനേശേട്ടന്റെ കരള് നല്ലത്, പിന്നെ കാരറ്റ് കണ്ണിന് നല്ലത്, കുക്കുംബർ തല തണുക്കും, പിന്നെ കൊറിയാണ്ടർ ലീഫ് ബ്ലഡ് ശുദ്ധീകരിക്കുകയും ചെയ്യും, നല്ലോണം പൊളിക്കുകയും ചെയ്യും. പക്ഷെ ഇതൊന്നും ഭയങ്കരമില്ല, സുഖമുള്ള പരിപാടിയല്ല എന്റെ സുലു. അതിന് ചോറിനാണോ? ഇന്ന് ഇത് കഴിക്കുക, നാളെ മുതല് ദിനേശേട്ടൻ ഇത് ശീലാവും. കഴിക്കും. നീ എന്നെ കഴിച്ചാൽ മതി. ഞാൻ കഴിക്കും. ചപ്പും പുല്ലും. നീ എന്നാ പശുവാ? ഒരു ജ്യൂസ് കഴിക്കുക. എനിക്ക് വേണ്ട. 2 നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇവിടെ ചാവാനൊന്നുമില്ല. നിനക്ക് ദിനേശന്റെ വാശി അറിയില്ല. നീ കാണാൻ പോലെ ഉള്ളു ദിനേശന്റെ വാശി. ദിനേശേട്ടാ, ദിനേശേട്ടാ എണീക്ക്. എനിക്ക് 11 മണിയായി, ഭക്ഷണം കഴിക്കണ്ടേ? വേറൊന്നുമില്ല കഴിക്കാൻ. സുന്ദരി മാഡം പറഞ്ഞേ രാത്രി ലൈറ്റ് ഫുഡ് മാത്രമേ കഴിക്കാവൂന്ന്. എന്റെ സുന്ദരി രാവിലെ തൊട്ട് പട്ടിണി കിടക്കുന്ന ആള് എന്നാ ചെയ്യട്ടെ? എന്റെ സുന്ദരി മാഡം പറഞ്ഞിട്ടില്ലേ? ഡയറ്റിംഗ് ആയതുകൊണ്ട് കുഴപ്പമില്ല, രാത്രി ആപ്പിളാ പോലും നല്ല. എല്ലാ ദിവസവും ഒരു ആപ്പിൾ കഴിച്ചാലേ ഡോക്ടറിന്റെ അടുത്ത് പോകണ്ട. ഇങ്ങനെ പോയാൽ ഡോക്ടറിന്റെ അടുത്ത് എത്തൂല. എനിക്ക് വിശന്നിട്ട്. മുട്ടയുണ്ടാ? ഇല്ല. ചപ്പാത്തി? ഗോതമ്പില്ല. അരി തീർന്നുപോയി. പപ്പടം മോശമായി പോയി. മതി, കുറെ ആയി സഹിക്കുന്നു. നിനക്ക് കാണിച്ചു കാടി. നീ ദിനേശന്റെ കറക്റ്റ് സ്വഭാവം കാണാൻ പോകുന്നുള്ളൂ. പഠിപ്പിച്ച നാടെ നിൽക്കാം. അങ്ങനെ ഞാൻ ലൈക്ക് അടിച്ചിട്ട് ഇപ്പൊ അങ്ങനെ 100 ലൈക്ക് തികക്കണ്ട. ഇത് ബിരിയാണി. എല്ലാം നിന്റെ തോന്നിയ സൈഡ്. അത് ഞാൻ കുറെ വെച്ചത്. ഇനി നടക്കൂല. ഇനി ദിനേശൻ നടക്കാൻ നിന്റെ ഈ പരിപാടി നടക്കൂല. ഒരു സുന്ദരിയാണ്. ഞാൻ ഒന്ന് കുളിച്ചിട്ട് കേട്ടോ. നീ ഒരു വിധേയത എന്നെ ജീവിക്കാൻ സമ്മതിക്കൂലല്ലടി. ഈ വീട്ടില് ഞാൻ കഴിക്കാത്ത ബിരിയാണി ആരും കഴിക്കണ്ട. ഇനി ഞാൻ ചാവണം. എനിക്ക് വിശക്കുന്നത്